ഓണവിപണിയെ ലക്ഷ്യമിട്ട് സപ്ലൈകോയുടെ മെഗാ ട്രേഡ് ഫെയറിന് കൊച്ചിയിൽ തുടക്കം. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനൊപ്പം സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലാണ് സപ്ലൈകോയുടെ സംസ്ഥാനതല ഓണം മെഗാ ട്രേഡ് ഫെയറിന് തുടക്കമായത്. ഓണവിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം തടയുക എന്നതാണ് ഫെയറിന്റെ പ്രധാന ലക്ഷ്യം. 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിവിധ അവശ്യ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. സംസ്ഥാനതല ഓണം മെഗാ ട്രേഡ് ഫെയർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 13 സബ്സിഡി ഐറ്റംസും ഈ മെഗാ ഫെയറിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ബാക്കിയൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് സബ്സിഡിയുള്ള 13 ഐറ്റംസാണ്. അതിവിടെ വളരെ മുമ്പ് തന്നെ എത്തിച്ച് വളരെ ഭംഗിയായി അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഞാൻ മന്ത്രിയെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സപ്ലൈകോയ്ക്ക് സർക്കാർ ഓണക്കാല വിപണിയിൽ ഇടപെടലിനായി 253 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. അദ്ദേഹം ഈ ഓണക്കാലത്തേക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അനുവദിച്ച് നൽകിയത് 253 കോടി രൂപയാണ്. സമീപകാല ചരിത്രത്തിൽ ഇത്രയും തുക ഓണക്കാലത്ത് ഒരേ അവസരത്തിൽ നൽകിയത് ഈ ഗവൺമെന്റാണ് എന്നത് അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് മെഗാ ട്രേഡ് ഫെയറുകൾ നടക്കുന്നത്. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകളും നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പ്രത്യേക ഫെയറുകളും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുഡ്വെയർ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഓട്ടോമൊബൈൽസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ സ്റ്റാളുകളും ഫെയറിലുണ്ട്. ആഗസ്റ്റ് 25 വരെ രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് ഫെയറിന്റെ പ്രവർത്തനം. മീഡിയ 1 കൊച്ചി.